350 ഗ്രാം ചിക്കൻ്റെ ഇല്ലാത്ത കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങനീര്, 1.5 ടേബിൾ സ്പൂൺ വരെ അധികം പുളിയില്ലാത്ത കട്ടത്തൈര്, 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടിയിട്ട് ചിക്കൻ പീസസിൽ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ചുരുങ്ങിയത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം ഒരു പാനിൽ ഇതുപോലെ കുറച്ച് റീഫൈൻഡ് ഓയിൽ ചൂടാക്കിയിട്ട് ചിക്കൻ അതിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് ഹാർഡാവാതെ വേണം വറുത്തെടുക്കാൻ. ബോൺലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. നമ്മൾ ആ ചിക്കൻ 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം അത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മയണൈസിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ 4 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിലും 1/4 കപ്പ് പാലും 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കുക. ഇനി നമ്മളിതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഏതൊക്കെയാണോ അതൊക്കെ എടുക്കാം. നമ്മളിവിടെ ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, സവാള എല്ലാം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും പിന്നെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ നാരങ്ങനീരും ചേർക്കുക. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ചിക്കനിലും മയോണൈസിലും ഉപ്പുണ്ടാവും, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിന് കുബൂസ് വേണം. അപ്പോൾ കുബൂസിലേക്ക് ആദ്യം മയോണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെ എടുക്കുക. വീട്ടിലുണ്ടാക്കിയതോ പുറത്തുനിന്ന് വാങ്ങിയതോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ചിക്കനും ആ വെജിറ്റബിൾസും കൂടിയിട്ടുള്ള മിക്സ് ഇതുപോലെ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് കൂടെ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ ഉപ്പിലിട്ട ക്യാരറ്റോ കുക്കുംബറോ ഒക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. അതിനുശേഷം മേലെ ഇതുപോലെ കുറച്ച് മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് റാപ്പ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഷവർമ റെഡിയായി. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.